സൈക്കോ ലവ്. രചന ആശാദേവി. അവതരണം സാലിം കരുളായി. കോളേജ് കഴിഞ്ഞ് വന്ന അഞ്ജുവിനോട് ദാസൻ തറവാടിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അഞ്ജു ദാസൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് മായയുടെ മുഖത്തേക്ക് നോക്കി. അഞ്ജു മോളൊന്നും പറഞ്ഞില്ലല്ലോ. എന്തേ, എന്റെ കുട്ടിക്ക് അച്ചാച്ചനോടൊക്കെ ദേഷ്യാണോ? അവരെയും എന്റെ കുട്ടിക്ക് കാണണ്ട? അഞ്ജുവിനോട് ദാസൻ ചോദിച്ചതും അവളൊരു നിമിഷം മായയെ തന്നെ നോക്കി. മായയുടെ മുഖത്ത് ഇഷ്ടക്കേടൊന്നുമില്ലെന്ന് തോന്നിയതും അഞ്ജുവിന്റെ മുഖം സന്തോഷത്തോടെ വിടുന്നു. ഇല്ല വല്യച്ച, എനിക്ക് അവരൊക്കെ കാണാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷെ അമ്മ അവരെന്തെങ്കിലും വിഷമിപ്പിച്ചാലോ? അവർക്ക് ഇപ്പോഴും എൻ്റെ അമ്മയോട് ദേഷ്യമാണെങ്കിലോ? അഞ്ജു സങ്കടത്തോടെ ചോദിച്ചതും മായ തന്റെ മകളെ നോക്കി ചെറുതായെന്ന് പുഞ്ചിരിച്ചു. അമ്മയോടുള്ള അവളുടെ സ്നേഹം ദാസന്റെ മനസ്സിന് സന്തോഷം നിറച്ചു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിന്റെ അച്ഛമ്മ ഒരു പാവാണ്. പിന്നെ അവിടെ ഉണ്ടായെന്ന് ഗർജിക്കുന്ന സിംഹായെന്ന് നിന്റെ വല്യപ്പച്ചന് ഇപ്പൊ പല്ല് കൊടിഞ്ഞ് കിടക്കുക. ഇപ്പൊ നിന്നെ കൈ കിട്ടിയ സ്നേഹിച്ചു കൊല്ലു അവര്. അത്രക്ക് ആഗ്രഹമുണ്ട് നിങ്ങളൊന്ന് കാണാൻ. നിന്റെ അമ്മയോട് പോ. അവിടെ ആർക്കും ഒരു ദേഷ്യമല്ല, മറിച്ച് നിങ്ങൾ അകറ്റിയതിൽ സങ്കടമേ ഉള്ളൂ. അല്പം തമാശക്കാലത്ത് ദാസൻ പറഞ്ഞതും അഞ്ജു ഒന്ന് പുഞ്ചിരിച്ചു. ഇപ്പൊ ക്ലാസ് നടക്കില്ലേ വല്യച്ച? അപ്പൊ നമ്മൾ എപ്പോഴാ പോണേ? അഞ്ജു വിടർന്ന മുഖത്തോടെ ചോദിച്ചതും ദാസന്റെ മുഖം ഒന്ന് തെളിഞ്ഞു. അടുത്ത ആഴ്ച കഴിഞ്ഞാൽ ഓണല്ലേ കുട്ടിയെ. അപ്പൊ നിനക്ക് ലീവ് കിട്ടില്ലേ? അപ്പൊ പോകാൻ നമുക്ക്. എന്താ മായേ? ദാസൻ തന്റെ അഭിപ്രായം അറിയിച്ചുകൊണ്ട് സമ്മതത്തിനായി മായയെ നോക്കി. ഇനി ഞാൻ എന്ത് പറയാനേട്ടാ, നമുക്ക് പോകാം. എന്റെ ബാലേട്ടനില്ലാതെ ആ വീട്ടിലേക്ക് ഞാൻ മാത്രം. വേണ്ട, മതി. നീ ഇനി അതോർത്ത് നിൽക്കണ്ട. ബാലന്റെ ആത്മാവും അതാവും ആഗ്രഹിക്കുന്നേ. അച്ഛനിപ്പോ നല്ല മാറ്റമുണ്ട്. നിന്നെയും അഞ്ചുമോളെയും കാണാൻ അത്രക്ക് കൊതിയുണ്ട് ആ മനുഷ്യന്. ഉള്ളിൽ നിറയെ കുറ്റബോധാണ്. പ്രായമായവരല്ലേ. ഇനി നീ കൂടി വാശി പിടിച്ച് എന്നെ കൂടി ധർമ്മസങ്കടത്തിലാക്കല്ലേ മോളെ. മായ ദാസനോട് സങ്കടത്തോടെ പറഞ്ഞു വന്നത് ദാസൻ അതിൻ്റെ തടയിട്ട് കൊണ്ട് അവളോട് സ്നേഹത്തോടെ പറഞ്ഞു. ഇല്ലേട്ടാ, നമുക്ക് പോകാം. എൻ്റെ മോൾക്ക് അവരൊക്കെ കാണാൻ ആഗ്രഹമുണ്ട്. ഞാനായി അതില്ലാതാക്കില്ല. മായ അഞ്ജുവിൻ്റെ മുഖത്ത് സന്തോഷം കണ്ട് പറഞ്ഞു. നല്ല തീരുമാനം. അവർ ചെയ്തതിനേട്ടൻ ന്യായീകരിക്കുമല്ല. നമ്മളും കൂടി അവർക്ക് മുമ്പിൽ വാശി കാണിച്ചിട്ട് എന്ത് നേടാനാ? എന്തൊക്കെ പറഞ്ഞാലും അഞ്ജവരുടെ ചെറുമകൾ തന്നെയല്ലേ. ആ അവകാശം നമ്മളായിട്ട് നിഷേധിക്കുന്നത് ശരിയല്ല. അഞ്ജുവിന് വല്ലാത്ത സന്തോഷം തോന്നി. അപ്പച്ചനെയും അമ്മയും അപ്പച്ചിയെയും ഒക്കെ കാണും അവളുടെ മനസ്സ് തുടിച്ചു. ഈ യാത്ര തൻ്റെ ജീവിതത്തിൽ പുതിയ വേദനകൾക്ക് തുടക്കമാകുമെന്ന് അറിയാതെ മനസ്സ് നിറഞ്ഞവൾ പുഞ്ചിരിച്ചു. ശിവ ഉറക്കമുണ്ടെന്നും തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കിടക്കുന്ന സത്യയെ കണ്ട് അവളുടെ മിഴികളൊന്ന് വിടർന്നു. സ്വപ്നത്തിൽ അച്ഛനും അമ്മയും മേടിനൊക്കെ വന്ന് പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മനസ്സിലൂടെ ആ നിമിഷം പിന്നിമാഞ്ഞു. ശിവ വേഗം ചാടി എഴുന്നേറ്റുകൊണ്ട് ചുറ്റൊന്ന് നോക്കി. അവളുടെ മുഖമൊന്ന് വാടിയതും ഒരിളം തെന്നൽ വന്ന് അവളെ തഴുകി തലോടി. തൻ്റെ അമ്മയുടെ പ്രസൻസ് അവൾക്ക് ആ കാറ്റിൽ ഫീൽ ചെയ്തതും അവളുടെ മുഖത്ത് ചെറു ചിരി വിരിഞ്ഞു. അവളുടെ ഓരോ ഭാവങ്ങളും ഒപ്പിയെടുത്തുകൊണ്ട് കിടക്കുന്ന സത്യയിലേക്ക് അവളുടെ മിഴികൾ നീണ്ടതും ശിവ ചമ്മലോടെ മുഖം താഴ്ത്തി. അവൾക്ക് പെട്ടെന്ന് എന്ത് വേണമെന്ന് അറിയാതെ വല്ലാത്ത പരവേശം തോന്നി. ശിവ സത്യയുടെ മുഖത്തേക്ക് ചെറിയ പരിഭ്രമത്തോടെ നോക്കി. അവളുടെ നോട്ടം കണ്ട് സത്യ ശരിക്കും മുഖം ചൊളിച്ചു. അവളുടെ മുഖത്ത് മാറി മറിയുന്ന ഭാവങ്ങൾ കണ്ടിട്ട് അവനൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് ശിവയ്ക്ക് സ്വപ്നത്തിൽ തൻ്റെ അമ്മ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നു. അവളുടെ മുഖമൊന്ന് വിടർന്നു. ശിവ ഒരു ഫില്ലോ എടുത്ത് ഡ്രസ്സിലേക്ക് ചാരി വെച്ചിട്ട് അവൾ അതിൽ ചാരി ബെഡിലേക്ക് കാല് നൂത്തു വെച്ചിരുന്നു. സത്യ അവളുടെ ചെയ്തികളേക്ക് വീക്ഷിച്ചു. ശിവ തൊട്ടടുത്ത് കിടക്കുന്ന സത്യയുടെ തല പിടിച്ച് അവളുടെ മടിയിലേക്ക് വെച്ചു. സത്യക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിലും അവൻ അവളുടെ മടിയിൽ അങ്ങനെ തന്നെ കിടന്നു കൊടുത്തു. ശിവ പതിയെ അവൻ്റെ തലയിൽ തലോടിയതും സത്യയുടെ മിഴികൾ വിടർന്നു. ഒരു നിമിഷം അവനെ നെഞ്ചൊന്ന് വീങ്ങി. ആ സമയം അവൾ അവനെ അമ്മയായി മാറി. അവൾ വാത്സല്യത്തോടെ അവൻ്റെ വിരുന്നെറ്റിയിൽ ഒന്ന് മുത്തിയതും സത്യ അവളുടെ മടിയിലേക്ക് മുഖം പൂത്തി. അവൻ്റെ ഹൃദയം ആ നിമിഷം സന്തോഷത്താലും ആത്മനിർവൃതിയാലും നിറഞ്ഞിരുന്നു. അവനിലുണ്ടാകുന്ന മാറ്റങ്ങൾ അവളും അറിയുന്നുണ്ടായിരുന്നു. അവൾ അത്ഭുതത്തോടെയാണ് അവനെ നോക്കിയത്. തൻ്റെ ഒരു തലോടിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തന്നിലേക്ക് പതുങ്ങുന്നവനെ കാണി അവളിൽ ആശ്ചര്യം നിറഞ്ഞു. കുറച്ചു സമയം അവളുടെ തലോടിൽ ഏറ്റ് കിടന്നിട്ട് അവൻ മുഖം ഉയർത്തി അവളെ നോക്കി. സത്യയുടെ ചുമന്ന് കലങ്ങിയ മിഴികൾ അവൾ ആദ്യം ഒന്ന് ഭയപ്പെടുത്തി. എങ്കിലും അത് മറച്ചു പിടിച്ചുകൊണ്ട് അവൾ അവനെ നേർമയായി നോക്കി പുഞ്ചിരിച്ചു. ആ നിമിഷം സത്യയുടെ മിഴികൾ പോയത് രാവിലെ തടിയിൽ ശിവയെ അവൻ തല്ലിയപ്പോൾ ഉണ്ടായ പാടില്ലായിരുന്നു. കാറിലിരിക്കാൻ പറഞ്ഞവൾ അത് കേൾക്കാതെ ഇറങ്ങി വന്ന് അവന്മാരുടെ മുമ്പിൽ ചെന്നപ്പെടുന്നത് കണ്ടപ്പോൾ അന്നേരത്തെ ദേഷ്യത്തിൽ തല്ലിപ്പോയതായി. സത്യക്ക് ആദ്യമായി സ്വന്തം പ്രവൃത്തിയിൽ കുറ്റബോധം തോന്നി. തൻ്റെ പാറുവിനെ തല്ലിയതിൽ അവനോട് തന്നെ വല്ലാത്ത അമർഷം തോന്നി. ചെറുതായി നീരി വെച്ച് കല്ലിച്ച് തൻ്റെ കൈപ്പാട് പതിഞ്ഞു കിടക്കുന്ന അവളുടെ കവൾ കാണി അവൻ ചാടി എഴുന്നേറ്റു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ ശിവൊന്ന് ഞെട്ടിപ്പോയി. പാറു, സോറി പാറു, എന്നോട് ക്ഷമിക്കടാ. ഞാൻ അറിയാതെ പറ്റിപ്പോയതാ. കരഞ്ഞുകൊണ്ട് അവൻ അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. എന്നോട് ദേഷ്യം തോന്നല്ല പാറു, നിന്റെ ദേവേട്ടനല്ല ഞാൻ. എന്നോട് ക്ഷമിക്കടി. ഇനി ഒരിക്കലും ഞാൻ എൻ്റെ കുഞ്ഞിനെ നോവിക്കില്ല. ശിവ ഞെട്ടിലോടെയായിരുന്നു അവൻ്റെ ആ പ്രവൃത്തിയിൽ നോക്കി കണ്ടത്.
ഇതിനു മുമ്പ് അവൻ തന്നെ തല്ലിയിട്ടുണ്ട്. അപ്പോഴൊന്നും തന്നോട് ഇതുപോലെ പെരുമാറിയിട്ടില്ലെന്ന് അവൾ ഓർത്തു. അവളുടെ മനസ്സിൽ ആ നിമിഷം തൻ്റെ അമ്മയുടെ വാക്കുകൾ മിഴിവോട് ഉയർന്നു വന്നു. നിന്റെ ദേവനെയും തെരഞ്ഞു നിൽക്കുന്നത് അസുര ഭാവമാണ് മോളെ. അതിനെൻ്റെ മോള് മനസ്സിലാക്കി അംഗീകരിച്ച എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ സങ്കടം മാറൂട്ടോ. പാവ അവൻ ആരും സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്നേഹം എങ്ങനെയാണെന്ന് അവൻ അറിയുകയില്ല. എൻ്റെ മോൾ അവനൊരു അമ്മയായിരിക്കണം, കാമുകിയായിരിക്കണം, ഭാര്യയും കൂട്ടുകാരിയും മകളും ഒക്കെ ആകണം. നിന്റെ പേടി മാറ്റി വെച്ചിട്ട് നീ അവനോട് അധികാരത്തോടെയും സ്നേഹത്തോടെയും നിന്ന് നോക്ക്. ഒരു കുഞ്ഞിനെ പോലെ നീ അവനെ പരിപാലിച്ചു നോക്ക്. നിന്റെ ഈ ജീവിതം തന്നെ മാറി മറിയും. ആ വാക്കുകൾ ഓർക്കെ അവൾക്ക് മനസ്സിലായി അവൻ്റെ മാറ്റത്തിന് കാരണം. തൻ്റെ അമ്മ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അവൾക്ക് ആ നിമിഷം മനസ്സിലായി. അവരുടെ മനസ്സ് അവൾ അറിയിച്ചതുപോലെ ഒരിളങ്കാറ്റ് അപ്പോൾ അവർ ഇരുവരെയും തഴുകി കടന്നുപോയി. തൻ്റെ സ്നേഹം നിറഞ്ഞൊരു തലോട്ട് കിട്ടിയപ്പോൾ തന്നെ അവൻ എത്രത്തോളം മാറിയെങ്കിൽ തൻ്റെ സ്നേഹത്തിലൂടെ അവനെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. സത്യവളുടെ മുഖത്ത് പതിയെ തലോടി. എന്നോട് ദേഷ്യമാണ് പാറു, എന്നെ വിട്ട് പോവൂ നീ? സങ്കടത്തോടെ അവൻ ചോദിച്ചതും ശിവയിൽ കുറുമ്പ് നിറഞ്ഞു. ആ, ഞാൻ ദേവട്ടോടും മിണ്ടില്ല, എന്നെ തല്ലിയില്ലേ? അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞതും സത്യയുടെ മിഴികൾ നിറഞ്ഞു. അത് നീ ഞാൻ പറഞ്ഞ കേൾക്കാത്തോണ്ടല്ലേ, ഇനി ഞാൻ പറയുന്നത് കേട്ടാ മതി. ആഹാ, അത് കൊള്ളാലോ. അപ്പൊ ഇനി എന്നെ തല്ലുവന്ന്? ആയിക്കോട്ടെ, എനിക്ക് ചോദിക്കാനും പറയാൻ ആരില്ലാത്തോണ്ടല്ലേ എന്നോട് മാത്രം ഇങ്ങനെ? അന്ന് ശിവ തൻ്റെ പേടികളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അവനോട് കുറുമ്പോടെയും വാശിയോടെയും സംസാരിച്ചു. അങ്ങനെ പറയില്ല പാറു. ദേ നോക്കി, ദേവേട്ടനില്ലേ നിന്റെ കൂടെ, ഞാനുണ്ടല്ലോ നിനക്ക് ആരില്ലെന്ന് പറയല്ലേ പാറു. ഒരു കൊച്ചുകുട്ടി സങ്കടത്തോടെ സംസാരിക്കും പോലെ സത്യ അവളോട് പറഞ്ഞു. ശിവ അവൻ ആദ്യമായി കാണുന്നത് പോലെ നോക്കി. ഇങ്ങനെയൊക്കെയുള്ളൊരു ഭാവങ്ങൾ ഈ മനുഷ്യലുണ്ടായിരുന്നെന്ന് അവൾ അത്ഭുതത്തോടെ ചിന്തിച്ചു. ആ സമയം സത്യദേവ് എന്ന ബിസിനസ്മാനോ അല്ലെങ്കിൽ ലോകം വെറുപ്പിക്കുന്ന സൈക്കോയോ ഒന്നും ആയിരുന്നില്ല അവൻ. അവൾക്ക് മുമ്പിൽ അവൻ ആ സമയം ഒരു കൊച്ചു കുഞ്ഞായിരുന്നു. അവളുടെ വാത്സല്യത്തോട് സ്നേഹലാളനെയും ഏറ്റുവാങ്ങാൻ മാത്രം കൊതിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ്. ദേവേട്ടാ. ശിവ അധികാരത്തോടെ പേടി കൂടാതെ അവൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു. എന്നിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാരി സത്യ അവളെ തൻ്റെ രണ്ട് കൈയാലും പൊതിഞ്ഞു പിടിച്ചു. ആ സമയം അവളൊരു അമ്മയിൽ നിന്നും മകളിലേക്ക് മാറിയിരുന്നു. അവൻ്റെ മാത്രം മകളായി മാറി അവൾ ആ നിമിഷം. ദേവേട്ട, എനിക്ക് വിശക്കുന്നു. അവളുടെ കൊഞ്ചിയുള്ള പറച്ചിലിൽ അവനും വാത്സല്യം നിറഞ്ഞു. അവൻ്റെ ഭാവങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു ശിവ. ആണോ? എൻ്റെ പാറൂട്ടന് വിശക്കുന്നു, വാ ഞാൻ ഫുഡ് തരാം. അവൻ വേഗം ഹാളിലേക്ക് ചെന്നു. അവിടെ ഒരു ടേബിളിൽ ഉച്ചയ്ക്ക് സത്യ ഓർഡർ ചെയ്ത ഫുഡ് ഉണ്ടായിരുന്നു. അവൻ അതെടുത്തുകൊണ്ട് ശിവക്കടുത്തേക്ക് ചെന്നു. പോതി തുറന്ന് അതിലെ ചോറും കറിയും കൂട്ടി അവൻ അവൾക്ക് വാരി കൊടുത്തു. മടിയൊന്നും കൂടാതെ അവളത് കഴിച്ചു. രാവിലെ അടി കിട്ടിയത് കൊണ്ട് തന്നെ ആഹാരം കഴിക്കുമ്പോൾ കവളിന് നല്ല നീറ്റിലുണ്ടായിരുന്നുവെങ്കിലും അവളത് സഹിച്ചു പിടിച്ചു. മതി ദേവേട്ട, വയറും നിറഞ്ഞു. അതിൽ നീ കുറച്ചല്ലേ കഴിച്ചോളൂ. എനിക്ക് മതിയായിട്ടാ. എന്നാ നീ ചെന്നൊന്ന് ഫ്രഷ് ആയിട്ട് വാ, ഇന്ന് നമുക്ക് ഇവിടെ നിൽക്കാം. അവൻ പറഞ്ഞത് സന്തോഷം കൊണ്ട് അവൾ അവനെ കെട്ടിപ്പിടിച്ച് കവിളിൽ അമർത്തി ചുംബിച്ചു. സത്യ അവളുടെ മാറ്റങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവൻ ആഗ്രഹിച്ചിരുന്നതും ഇങ്ങനെയുള്ളൊരു പാർവനിയായിരുന്നു. ശിവ അവൻ്റെ കയ്യിലെ പൊതിച്ചോറ് വാങ്ങിയിട്ട് അവൾ അവന് നേരെ ഉരുള നീട്ടി. സത്യക്ക് സന്തോഷം കൊണ്ട് തൻ്റെ നെഞ്ചിപ്പ പൊട്ടിപ്പോകുമെന്ന് തോന്നി. അവൻ അവളോട് അളവറ്റ സ്നേഹം തോന്നി. അവളെ ഞെക്കി പൊട്ടിക്കുവാൻ അവൻ്റെ മനസ്സും കൈയും കൊതിച്ചു. അവൻ്റെ മിഴികൾ വല്ലാതെ തെളിഞ്ഞു. ഇത് എനിക്കാണോ പാറു? അപ്പോഴും വിശ്വാസം വരാതെ പ്രതീക്ഷയോട് അവൻ അവളോട് ചോദിച്ചു. കാഴിക്ക് ദേവേട്ട, ഏട്ടനല്ല എനിക്ക് എപ്പോഴും വാരി തരുന്നത്, ഇനി ഞാനെൻ്റെ ഏട്ടന് തരാം. അവൻ തലയാട്ടി സമ്മതിച്ചുകൊണ്ട് അവൾക്ക് മുമ്പിൽ തുറന്നു കൊടുത്തു. അവൾ അവന് ഓരോ ഉരുള വീതം വായിൽ വെച്ച് കൊടുത്തു. അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ തന്നെ അവൾ കൊടുത്ത ഓരോ ഉരുളച്ചോറും അവൻ ആസ്വദിച്ച് കഴിച്ചു. താനിന്നോളം കഴിച്ചതിൽ വെച്ച് ഏറ്റവും രുചിയുള്ള ഫുഡാണിതെന്ന് അവന് തോന്നി. വയറ് നിറഞ്ഞിട്ടും അവന് വേണ്ടെന്ന് പറഞ്ഞില്ല. അവൾ കൊടുത്ത മുഴുവൻ ചോറും അവൻ കഴിച്ചു തീർത്തു. നിത്യയുടെ വീട്ടിലും അനിലിൻ്റെ വീട്ടിലും കല്യാണൊരുക്കങ്ങൾ തുടങ്ങി. അനിൽ വളരെ ഹാപ്പിയായിരുന്നു. എന്നാൽ ഇതേ സമയം നിത്യക്ക് വല്ലാത്ത സങ്കടം തോന്നി. അനിൽ ഇഷ്ടമില്ലാതെയാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചെന്നോർത്ത് അവൾക്ക് മനസ്സിന് വല്ലാത്ത ആദ്യ തോന്നി. ഇതേ സമയം പ്രഭാകരനും സുഖവും ചേർന്ന് പല പദ്ധതികളും പ്ലാൻ ചെയ്തു. സുഖുവിൻ്റെ മൂത്ത മകൻ അഭിജിത്ത് എന്ന ജിത്തുവും നിത്യയുടെ കല്യാണം പ്രമാണിച്ച് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ജിത്തു ബാംഗ്ലൂരിലെ പ്രശസ്തമായ ഹോസ്പിറ്റലിൽ ഓർത്തോ ഡോക്ടറായി വർക്ക് ചെയ്യുവാണ്. അച്ഛനെ പോലെ തന്നെ എല്ലാ ദുഷ്ടത്തരവും കയ്യിലുള്ള മോൻ തന്നെയാണ് ജിത്തുവും. ജിത്തുവും നിത്യയുമായുള്ള വിവാഹം അവർ നേരത്തെ പറഞ്ഞുറപ്പിച്ചിട്ടുള്ളതാണ്. അനിയുടെ സ്വത്തുക്കൾ തട്ടിയെടുത്ത് ആരും അറിയാതെ അവനെ കൊന്നു കളഞ്ഞിട്ട് ജിത്തുവിനെ കൊണ്ട് നിത്യയെ കെട്ടിക്കാനാണ് അവിടെ ഇപ്പോഴത്തെ പ്ലാന്. ജിത്തു മോൻ കൂടി വന്നപ്പോഴാ എനിക്കൊരു ധൈര്യം കിട്ടിയത്. മദ്യം നിറച്ച ഗ്ലാസ് ചുണ്ടോട് ചേർത്തുകൊണ്ട് പ്രഭാകരൻ പറഞ്ഞു. അങ്കിള് ടെൻഷനാകേണ്ട, എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും. കല്യാണം കഴിഞ്ഞേറിയാൽ 3 മാസം, അതിനുള്ളിൽ ചെവി അറിയാതെ ആ അനിലിനെ നമ്മൾ തീർത്തിരിക്കും. അത് കഴിഞ്ഞാൽ സ്വാഭാവികമായും അവൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം നിത്യക്ക് അവകാശപ്പെട്ടതാവും. പിന്നെ കുറച്ച് സെൻറ്റ് അടിച്ചിട്ടായാലും നിത്യയെ ഞാൻ എൻ്റെ വഴിക്ക് കൊണ്ടുവന്നോളാം.
ജിത്തു കുടിലരോടെ പറഞ്ഞു. അപ്പോഴും അവൻ്റെ ഉള്ളിൽ മറ്റു ചില തന്ത്രങ്ങൾ കൂടി നടക്കുന്നുണ്ടായിരുന്നു. മകന്റെ ചിന്തകൾ മനസ്സിലാക്കിയതുപോലെ സുഖവിലും നിറഞ്ഞ ഗൂഢമായൊരു പുഞ്ചിരി. എന്നാ ശരി മോനെ, കുറച്ച് പേരെ കൂടി കല്യാണം വിളിക്കാണ്ട് ഞാനെന്നാ അങ്ങോട്ട് പോയേക്കുവാ, പ്രഭാകരൻ അവനോട് പറഞ്ഞിട്ട് ചേറിയിൽ എഴുന്നേറ്റു. ശരിയെങ്കിൽ ജിത്തുവും സന്തോഷത്തോടെ അയാളോട് പറഞ്ഞു. അതേടാ, ഞങ്ങളൊക്കെ കൂടെയില്ലേ, താൻ ധൈര്യം അടിച്ചില്ലേ, എല്ലാം നമുക്ക് സെറ്റാക്കാം. പ്രഭാകരന്റെ മുഖത്ത് ചെറിയ ടെൻഷൻ കണ്ട് സുഖ അയാളോട് പറഞ്ഞു. അതിനൊന്ന് ചിരിച്ചിട്ട് അയാൾ അവിടെ നിന്ന് പോയി. പ്രഭാകരൻ പോകുന്ന നോക്കി പുച്ഛത്തോടൊന്ന് ചുണ്ടുകൂട്ടി ചിരിച്ചിട്ട് ജിത്തു അടുത്ത ഗ്ലാസ് മദ്യം എടുത്ത് ചുണ്ടോട് ചേർത്തു. അല്ലട മോനെ, നിന്റെ മനസ്സിൽ വേറെന്തൊക്കെ ഉണ്ടല്ലോ? അവന്റെ മുഖത്തെ ഭാവം കണ്ട് സുഖവനോട് ചോദിച്ചു. എൻ്റെ അച്ഛ, ആ അനിലുണ്ടല്ലോ, അവനെ നമ്മൾ കരുതും പോലെ വെറും പോട്ടനല്ല, അവനാള് ബുദ്ധിമാനാ. ഇപ്പൊ തന്നെ അവന്റെ പേരിൽ ആകെയുണ്ടെന്ന് പറയാൻ കുറച്ച് വസ്തുവും പിന്നെ ഏറിപ്പോയ ഒരു 50 ലക്ഷം ബാങ്ക് ബാലൻസും കാണും. നമുക്കതല്ല വേണ്ടത്. ജിത്തു മദ്യം നിറച്ച ഗ്ലാസ് കയ്യിലേക്ക് വെച്ചൊന്ന് കറക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ സുഖവൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ മനസ്സിലാകാതെ ചോദിച്ചു. അവന്റെ പെങ്ങൾക്ക് വേണ്ടി സേവ് ചെയ്തു വെച്ചിരിക്കുന്ന കോടികളാണ് നമുക്ക് വേണ്ടത്. കോടിയോ? അവനോ? തമാശ പറയലടാ മോനെ. അവൻ പറഞ്ഞത് വിശ്വാസമാകാതെ സുഖവനോട് പറഞ്ഞു. തമാശയല്ല ചാ, ഈ പ്രഭാകരനെ പോലും അറിയാത്തൊരു സത്യമുണ്ട്. അനിലിന്റെ 1 മാസം ശമ്പളം അത് എത്രയാണെന്ന് അച്ഛൻ അറിയാമോ? സത്യയുടെ ബാലം കൈയായ കിരണിനെ പോലെ ഈ പാനലിനും അതേ പവർ അവിടെ ഉണ്ട്. അതായത് അവൻ്റെ 1 മാസം ശമ്പളം 1 ലക്ഷം രൂപക്ക് മേലെയുണ്ടെന്ന്. 1 ലക്ഷോ? സുഖ അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, അങ്ങനെയാണെങ്കിൽ അവൻ 20,000 30,000 പ്രഭാകരന്റെ മുമ്പിൽ ശമ്പളം കാണിച്ചിട്ട് ഇത്രയും വർഷം കൊണ്ട് ആരും അറിയാതെ അവൻ അനിയത്തിയുടെ പേരിൽ മാറ്റിവെച്ചിട്ടുള്ള പണം എത്രത്തോളം കാണും? എടാ മോനെ, ശരിയാ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നോക്കിയാലും 1 കോടിയെങ്കിലും കൊടുത്തത് അവൻ്റെ കയ്യിൽ കാണും. യെസ്, അതാണ് നമുക്ക് നേടേണ്ടത്. അതിന് നമ്മളെന്ത് ചെയ്യും? വീണ, അവളാണ് നമ്മുടെ തുറപ്പിച്ചിട്ട്. ഈ വീണയ്ക്ക് എന്നോട് പ്രണയം തോന്നിയ അനിൽ വരും പെങ്ങൾക്ക് വേണ്ടി എൻ്റെ കാല് പിടിക്കാൻ. അവൻ്റെ പെങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി അവൻ എന്തു ചെയ്യും. അപ്പം അവളെ ഞാനങ്ങ് കെട്ടിയാലോ? ജിത്തു വക്രമായ ചിരിയോടെ പറഞ്ഞു. എടാ മോനെ, ഇതൊക്കെ നടക്കൂ? നടത്തും ഞാൻ. അച്ഛൻ നോക്കിക്കോ. അപ്പം നിത്യയോ? സുഖ സംശയത്തോടെ ചോദിച്ചു. അവളോട് പോവാൻ പറ. ആ അനിലിൻ്റെ കൂടെ അവളെയും കൂടി നമുക്ക് അങ്ങ് തീർക്കാം. അത് നമ്മുടെ പ്ലാനാണെന്ന് ആ പ്രഭാകരനോട്ട് അറിയാനും പോകുന്നില്ല. നീ എൻ്റെ മോൻ തന്നെയാടാ, അയാൾ അഭിമാനത്തോടെ പറഞ്ഞു. അത് കേട്ട് ജിത്തു ഉറക്കെ ചിരിച്ചു. ക്രൂരത നിറഞ്ഞ ചിരി. ഡെത്തൻ റൂമിലേക്ക് വരുമ്പോൾ സേതു ഉറക്കമുണെന്ന് ബെഡിൽ തന്നെ ചടഞ്ഞിരിക്കുമായിരുന്നു. അവളുടെ ഇരിപ്പ് കണ്ട് അവന് ചിരി വന്നു. അവൻ അവൾക്കടുത്തേക്ക് ചെന്നതും അവൾ അവനെ ചുണ്ടുപുലത്തി നോക്കി. ജഗ, സേതു അഴുക്കായി, സേതുവിന് കുളിക്കണം. ആ നിമിഷം അവളുടെ പാർശ്വൽ കേട്ട് അവന് വല്ലാത്ത സന്തോഷം തോന്നി. അതെന്തിനാണെന്ന് അവന് പോലും അറിയില്ലായിരുന്നു. ജഗൻ അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് പോയി. അവളവിടെ നിർത്തി അവൻ അവളുടെ നൈറ്റി അഴിച്ചു മാറ്റി. എന്നിട്ട് ബക്കറ്റിൽ വെള്ളം പിടിച്ചു. ഒരു മഗ് കൊണ്ട് ബക്കറ്റിൽ നിന്ന് നല്ല തണുത്ത വെള്ളം കോരി അവളുടെ ദേഹത്തേക്ക് ഒഴിച്ചു. തണുപ്പ് കൊണ്ട് അവനെ വേഗം അള്ളിപ്പിടിച്ചു. ജഗൻ അവളെ പിടിച്ച് നേരെ നിർത്തി സോപ്പെടുത്ത് നന്നായി തേപ്പിച്ചു. അവളെ വൃത്തിയാക്കി കുളിപ്പിച്ചു. ഒരു കൊച്ചുകുട്ടിയെ പോലെ ബക്കറ്റിലെ വെള്ളത്തിൽ കൈയിട്ട് അടിച്ചുകൊണ്ട് അവൾ കളിച്ചു. ജഗന്റെ മേലേക്കും അവൾ വെള്ളം തെറിപ്പിച്ചു. അവനിട്ടിരുന്ന ഷർട്ട് മുഴുവൻ നനഞ്ഞതും ജഗൻ അവളെ കൂർപ്പിച്ച് നോക്കി. അടങ്ങി നിൽക്ക് സേതു, ഇല്ലെങ്കിൽ നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടും. പെട്ടെന്ന് അവന്റെ ശബ്ദം ഉയർന്നതും സേതു കുറ്റം ചെയ്ത കുട്ടിയെ പോലെ തല കൊണ്ടിട്ട് നിന്നു. അത് കണ്ട് അവൻ അവളുടെ താഴ്ത്തുമ്പിൽ പിടിച്ച് അവളുടെ മുഖം അവന് നേരെ ഉയർത്തി. അവളുടെ നിറഞ്ഞ മിഴികൾ കണ്ട് അവൻ അവളുടെ കണ്ണ് തുടച്ചു കൊടുത്തു. ആവശ്യമില്ലാതെ കരയരുത് സേതു, ഞാൻ നിന്നൊന്നും ചെയ്തില്ലല്ലോ, പിന്നെന്തിനാ വെറുതെ കണ്ണു നിറക്കുന്നത്? അവളുടെ നിറഞ്ഞു വിടുന്ന മിഴികളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ജഗൻ സേതുവിന് വാക്ക് പറഞ്ഞില്ലേ? സേതു സങ്കടത്തോടെ പറഞ്ഞു. അത് നീ കുരുത്തക്കേട് കാണിച്ചോണ്ടല്ലേ? കാർത്തു വരുമ്പോൾ സേതു പറഞ്ഞു കൊടുക്കും, നോക്കിക്കോ. സേതുവിനെ കരയിച്ചിട്ട് ജഗനെ കാർത്തു വഴക്ക് പറയും, നോക്കിക്കോ. ചുണ്ടു കൂർപ്പിച്ച് അവൾ പറഞ്ഞതും അതുവരെ ഉണ്ടായിരുന്ന ജഗന്റെ ഭാവം മാറി. അവൻ ആ നിമിഷം അവളോട് പക തോന്നി. കാർത്തുവിന്റെ മുഖം അവന് മനസ്സിലേക്ക് ഓടിയെത്തിയതും അവനിൽ വിങ്ങൽ നിറഞ്ഞു. സേതുവിനെ സ്നേഹിച്ചുകൊണ്ട് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ താൻ കാർത്തുവിനോട് തെറ്റ് ചെയ്തതുപോലെ അവന് തോന്നി. കാർത്തു അവളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ജഗനിൽ സേതുവിനോട് ദേഷ്യം നിറയും. ജഗൻ ദേഷ്യത്തോടെ സേതുവിന്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് മുറിയിലേക്ക് ഇറങ്ങി. അവന്റെ പിടിയിൽ സേതുവിന്റെ കൈ നന്നായി വേദനിച്ചു. അവൾ വിതുമ്പിക്കരഞ്ഞു. ജഗൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവളെ വലിച്ച് ബെഡിലേക്ക് ഇട്ടു. ദേഷ്യത്തോടെ അലമാര തുറന്ന് അതിൽ നിന്ന് സേതുവിന്റെ വസ്ത്രങ്ങൾ എടുത്ത് അവൾക്ക് ഇട്ടുകൊടുത്തു. അവൾ പേടിയോടെ അവനെ നോക്കി. വസ്ത്രം ധരിപ്പിച്ച് കഴിഞ്ഞതും ജഗൻ അവൾക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ട് അവളുടെ കവളിൽ വേദനിക്കും വിധം കുത്തിപ്പിടിച്ചു. എന്റെ കാർത്തുവിന്റെ പേര് പറയാൻ പോലുള്ള യോഗ്യത നിനക്കില്ല. നിന്നെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാടി. ശരീരത്തിലൂടെ ലോറി കയറി ചതഞ്ഞരിച്ച വേദന താങ്ങാവതെയാ എന്റെ കാർത്തു മരിച്ചത്. ഇത്രയ്ക്ക് ക്രൂരമായി അവളെ കൊന്നുകളയാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നത്? അതിന് മാത്രം എന്ത് തെറ്റാ എന്റെ കാർത്തു നിന്നോട് ചെയ്തത്?
അവന്റെ ദേഷ്യം കണ്ട് സേതുവിന് പേടിയാകാൻ തുടങ്ങി. അവനവൾ വഴക്ക് പറയുവാണെന്ന് മാത്രം അവൾക്ക് മനസ്സിലായി. അതെന്തിനാണെന്ന് മാത്രം ആ മാനസിക രോഗിക്ക് മനസ്സിലായില്ല. സേതു, നീ എന്നെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നു. അത് നിനക്ക് നല്ലതിനല്ല. നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. അവളുടെ കവളിലെ പിടിവിട്ടുകൊണ്ട് അവൻ എഴുന്നേറ്റ് അലമാരിൽ നിന്നും വേറൊരു ഷർട്ട് എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി. ബാത്റൂമിൽ ചെന്നതും ദേഷ്യത്തോട് അവൻ മുഷ്ടി ചുരുട്ടി ഭിത്തിയിൽ ആഞ്ഞടിച്ചു. അവൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകി. എന്നോട് ക്ഷമിക്കുക കാർത്തു. എൻ്റെ മനസ്സെൻ്റെ പിടിവിട്ട് പോകുന്നു. സേതുവിനെ കാണുമ്പോഴൊക്കെ നീയാണെൻ്റെ പ്രണയെന്ന് ഞാൻ മറന്നു പോകുന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സ് പറയും സേതുവാണ് എൻ്റെ പ്രണയെന്ന്. തെറ്റു തന്നെയാണ്. ഞാൻ അങ്ങനെയൊന്ന് ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നു. അവൻ്റെ സങ്കടം ആ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം അലയടിച്ചു.